വെൽക്കം ടു കറിക്കൂട്ട്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അപാര ടേസ്റ്റുള്ളൊരു പാൽക്കൊഴുക്കട്ടയായിട്ടാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നപ്പം നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി, വല്ല വറുത്ത അരിപ്പൊടി, നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പൊടിയില്ലേ, ആ അരിപ്പൊടി ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിനാവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഒരിടത്ത് തന്നെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. അധികം നെയ്യൊന്നും വേണ്ട, ഈ 1 ടീസ്പൂൺ മതി. കാരണം ഈ 1 ടീസ്പൂൺ കൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് അത്യാവശ്യം നല്ലതുപോലെ ഉണ്ടാകും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളമാട്ടോ നമുക്ക് വേണ്ടത്. നല്ല തിളച്ച വെള്ളം വേണം, പച്ചവെള്ളം ഒന്നും ഒഴിക്കരുതേ. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. ഏകദേശം എനിക്കൊരു 1 കപ്പ് തിളച്ച വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അല്പാൽപമായിട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് ഒഴിച്ച് എടുക്കുക. നമ്മൾ ഈ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്, ഇച്ചിരി വെള്ളം ഒഴിച്ച് അതുപോലെ തന്നെ അങ്ങനെ ഒഴിച്ച് ഈ ഒരു പരുവത്തിൽ എത്തിക്കണം കേട്ടോ. കുഴയ്ക്കുമ്പം കട്ടകളായിട്ട് ഇടയ്ക്കില്ല എന്നുള്ളത് ഉറപ്പ് വയ്ക്കണേ. കട്ടയായിട്ടൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. പൊടിയെല്ലാം നന്നായിട്ട് മിക്സ് ആവണം. അങ്ങനെ കുറച്ച് നേരം ഇത് വെച്ചതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ ചൂടൊന്ന് മാറേണ്ട ടൈമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് നേരം വെച്ച് അതിൻ്റെ മുഴുവൻ ചൂട് മാറാനായിട്ട് വെയിറ്റ് ചെയ്യാതെ ചൂടോടുകൂടി തന്നെ നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്ന ഒരു ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് നല്ല മാവിനെ നല്ല മയപ്പെടുത്തി എടുക്കണം. നല്ല പോലെ കുഴയ്ക്കണം കേട്ടോ. കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് നല്ലൊരു മയത്തിൽ മാവ് ആവുന്നോടം വരെ കുഴയ്ക്കണേ. നമ്മളിതിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണേ. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകാനും കുറഞ്ഞു പോകാനും പാടില്ല കേട്ടോ. കറക്റ്റ് ആ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. ഇപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിക്ക് നന്നായിട്ട് ഞാനിവിടെ കുഴച്ച് മാവ് കണ്ടോ, മാവിൻ്റെ ഒരു ലെവൽ കണ്ടോ, നല്ല മയത്തിലായി വന്നേക്കുന്നത് കണ്ടോ. ഈ ഒരു പരുവത്തിൽ നമുക്ക് മാവ് കിട്ടണം. അടുത്തതായിട്ട് നമുക്ക് ഈ മാവ് മൊത്തം ചെറിയ ഉരുളകളാക്കി എടുക്കണേ. ചെറിയ ഉരുളകളാണ്, വളരെ ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഏകദേശം എല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെ എടുക്കാനും ശ്രദ്ധിക്കണം. ഈ ഒരു വലിപ്പത്തിലൊക്കെ ആയിട്ട് ഉരുളകളാക്കി എടുക്കണം. അതാണ് ഇതിലെ ഏറ്റവും ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു പണിയെന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഉരുളകളാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തോട്ടുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഒപ്പമുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കും കേട്ടോ. ഞാനിവിടെ അടികട്ടിയുള്ളൊരു പാത്രത്തിൽ 500 ml പാല്, പശുപാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നേരത്തെ നമ്മളെടുത്ത അരിപ്പൊടിയില്ലേ, അതിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി നമ്മൾ ആഡ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല കേട്ടോ. ഫ്ലെയിം ഇല്ലാതെ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ അരിപ്പൊടി ആഡ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടകളൊന്നും കൂടാതെ നമുക്ക് പാലുമായിട്ട് ആ അരിപ്പൊടി നന്നായിട്ട് യോജിച്ച് പോയിക്കോളുവേ. ഇതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഈ പാലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ ഏലക്ക ചേർക്കുന്നുണ്ട്. ഏലക്ക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഒന്നിൽ നിങ്ങൾക്ക് ഏലക്ക നന്നായിട്ട് പൊടിയായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ഏലക്ക തൊണ്ടോടുകൂടി തന്നെ ജസ്റ്റ് ഒന്ന് ചതച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഒരു 4 ഏലക്കയുടെ അകത്തെ കുരു ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇവിടെ അരക്കപ്പിലും താഴെ, അരക്കപ്പ് ഫുള്ളായിട്ടില്ല, പഞ്ചസാര ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നമുക്ക് മധുരത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ചെയ്യാവുന്നതാണേ. ഇനി ഈ പാല് നല്ലതുപോലെ തിളച്ചു വരണം. തിളച്ചു വരുന്നോടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തുടരെ ഇളക്കേണ്ട കാര്യമില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഈ പാല് നന്നായിട്ട് തിളച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ പാലൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ആദ്യം തന്നെ നമ്മുടെ ഫ്ലെയിം സിമ്മിലേക്ക് നമ്മൾ മാറ്റിയിടണം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബോൾസ് എല്ലാം പതിയെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ബോൾസ് ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ആ പാല് കയ്യിലേക്ക് തെറിച്ച് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കെയർഫുള്ളായിട്ട് പതിയെ ഇത് ഇട്ട് കൊടുക്കുക. ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ ബോൾസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അപ്പം തന്നെ ഇളക്കരുത്. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ.
ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ അത് ചിലപ്പോൾ പൊട്ടിപ്പോകും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റിന് ശേഷം നമ്മൾ പതിയെ ഇളക്കി കൊടുക്കണം. ഇവിടെ ഞാനിപ്പോൾ ഒരു 2-3 മിനിറ്റിന് ശേഷം ഒരു സ്പൂൺ വെച്ച് പതിയെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാം ഇപ്പം ബോൾസ് എല്ലാം വെവ്വേറെ ആയിട്ടാണ് കിടക്കുന്നത്, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഫ്ലെയിം അല്പം കൂട്ടി കൊടുക്കണം. ഒരു മീഡിയത്തിന് മുകളിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിന് തിളച്ച് നല്ലതുപോലെ ഈ പാലൊന്ന് വറ്റി വരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. കൂട്ടിയിട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇളക്ക് നിർത്തരുത്. ഇളക്ക് നിർത്തിയാൽ അടിയിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ എടുക്കും നമുക്ക് ഇതൊന്ന് പാലൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട്. എനിക്കൊരു 15 മിനിറ്റ് എടുത്തു ഇതൊന്ന് പാല് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, ഇതിങ്ങനെ കുറുകി വരുന്നതനുസരിച്ച് അതിൻ്റെ തിളയിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ലപോലെ കുറുകി വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ആ പാലും നമ്മളിട്ടേക്കുന്ന ആ ബോൾസും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് കുറുകി വരണം. ഇപ്പോൾ ഇതിൽ കണ്ടോ, നല്ലതുപോലെ അത് കുറുകിയിട്ടുണ്ട് കേട്ടോ, നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല കട്ടി തേങ്ങാപ്പാലാണേ. ഏകദേശം ഒരു കപ്പിന് അടുത്ത് കട്ടി തേങ്ങാപ്പാൽ നമ്മൾ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ആദ്യം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനിയല്ല ഓഫ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ സിമ്മിലോട്ട് മാറ്റിയിട്ടതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നിങ്ങളത് ഓഫ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. കാരണം ഈ തേങ്ങാപ്പാൽ ഒഴിച്ചത് പിന്നെ അത് തിളയ്ക്കാൻ പാടില്ല. ചിലപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒന്ന് പിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇച്ചിരി ലൂസായിട്ടാണല്ലോ ഇരിക്കുന്നതെന്ന്, പക്ഷേ അതിൻ്റെ ആ ഒരു ചൂട് ഇച്ചിരി അങ്ങ് മാറിക്കഴിയുമ്പോൾ അത് കറക്റ്റ് തിക്ക് ഫോമിലേക്ക് തന്നെ വരും കേട്ടോ. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം മറ്റൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം.